ഇവിടൊക്കെ നിരവധി ആളുകൾ വന്ന് പോകുന്നുണ്ട്. ഇവിടുന്ന് സ്ഥിരം ലോട്ടറി എടുക്കുന്ന ആളാണോ? അല്ല ഇല്ല ഇല്ല ചേട്ടൻ ഇവിടുന്ന് ലോട്ടറി എടുക്കുന്നതാണോ? അല്ലല്ല ലോട്ടറി എടുക്കാറില്ല. ലോട്ടറി എടുക്കാറില്ല. എന്താണെന്ന് അറിയാമെന്ന് കൂടി തൊട്ടടുത്ത് എന്തായാലും 25 കോടി അടിച്ചതിന്റെ ഒരു ആകാംക്ഷയിൽ ആളുകളെല്ലാം വന്ന് ഇവിടെ കൂടി നിൽക്കുകയാണെന്നതാണ്. സൈഫു, നീ വല്ലതും ഇനി എടുത്തിട്ടുണ്ടോ? ഇല്ല, ഞാൻ എടുത്തില്ല. ഞാൻ ലോട്ടറി എടുക്കാറില്ല. എന്നാ അത് നമ്മുടെ ഓഫീസിനകത്തിരിക്കുന്ന ആർക്കാണോ അത് പറയാൻ പറ്റില്ല കേട്ടോ. അങ്ങനത്തെ വലിയൊരു ആശങ്ക കൂടിയുണ്ട്. കാരണം ഇനി നമ്മുടെ ഹെഡ് ഓഫീസ്, അവിടെ 100-200 പേര് ജോലി ചെയ്യുന്നതാണ്. അപ്പൊ പിന്നെ അവിടെ ആരെങ്കിലും ആകാനുള്ള സാധ്യതയില്ലേ? ആസിഫ്, സൈഫു, നിസ, ഇവിടെയുള്ള ആളുകളൊക്കെ ഇവിടെ അടുത്തുനിന്ന് ലോട്ടറി അടിക്കില്ല എന്ന് പറഞ്ഞിട്ട് മറ്റ് ജില്ലകളിൽ നിന്നും, പാലക്കാട് അടക്കമുള്ള ജില്ലകളിൽ നിന്നും ലോട്ടറി എടുത്ത ആളുകളാണ്. ഇവിടെ ആരും നിലവിൽ നെട്ടൂരിൽ നിന്നും എടുത്തിട്ടില്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത്. നമ്മുടെ സ്വന്തം നാടിനെ അവഗണിച്ച് മറ്റ് ജില്ലകളിലേക്ക് പോയ ആളുകളാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള സംശയങ്ങൾ വേണമെന്നുള്ളതാണ് ഈ ഒരു സമയത്ത് ചോദിക്കാനുള്ളത്. അപ്പൊ പിന്നെ പാളിപ്പോയി. കാരണം സ്വന്തം നാടിനെ വിശ്വസിച്ചില്ലെങ്കിൽ പിന്നെ കാര്യമില്ല. കാരണം എന്തായാലും നെട്ടൂരുകാർക്ക് തന്നെ അടിച്ചിട്ടുണ്ടെന്നുള്ള തികഞ്ഞ പ്രതീക്ഷയിലാണുള്ളത്. നമ്മുടെ നെഹാസൊക്കെ അവിടെ ഇപ്പോൾ നെഹാസൊക്കെ എടുത്തിട്ടുണ്ടാവോ? നമ്മുടെ സ്റ്റിങ്ങർ നെഹാസൊക്കെ ഇവിടെ ഉണ്ട്. അവരൊക്കെ ഈ നാട്ടുകാരാണ്. ഈ നെഹാസിന്റെ കാണും കയ്യിൽ ആ ലോട്ടറി ഉണ്ടെങ്കിൽ നെഹാസോട് മാറിയൊക്കെയാണ്. ആ ലോട്ടറി നിങ്ങളുടെ കൈ വല്ലതും ഉണ്ടോ? നമ്മുടെ കയ്യിലില്ല, നമ്മളെടുക്കാം. എന്തായാലും വലിയൊരു ആവേശത്തിലും ആകാംക്ഷയിലുമാണ് ഇവിടെ മുഴുവൻ. വലിയ ജനക്കൂട്ടം ഇവിടെ വന്ന് കൂടുന്നുണ്ട്. അതെ, സാഹിനി ഇവിടെ എത്തിയിട്ടുണ്ട്. അവിടെ വൈറ്റിലെല്ലായിരുന്നു അടിച്ച് ഞങ്ങൾ വൈറ്റിലെന്ന് പ്രഖ്യാപിച്ചിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട്. എന്തായാലും വലിയ ഒരു സന്തോഷത്തിലാണ് ഈ ജംഗ്ഷൻ മുഴുവൻ. ലതീഷേട്ടാണെങ്കിൽ ഫോൺ വെക്കാനേ സമയം കിട്ടുന്നില്ല. ഇങ്ങനെ ഫോൺ വന്നോണ്ടേ ഇരിക്കുകയാണ്. മാധ്യമങ്ങളോട് സംസാരിച്ച് മടുത്തു. എന്നാലും ജനങ്ങൾ കഴിഞ്ഞ തവണ 1 കോടി വിറ്റാൾ ഇതാണ് ഇവിടുന്ന് എടുത്തിട്ട്. അതായത് ഇവിടുന്ന് 10 ടിക്കറ്റ് ഒക്കെ എടുത്ത് വിൽക്കും അല്ലേ? 10-80 ടിക്കറ്റ് ഇവിടുന്ന് എടുത്ത് വിൽക്കും. ഇത്തവണ നമ്മുടെ കയ്യിൽ നിന്ന് പോയില്ല. എങ്ങനെയാണെന്നറിയാൻ പാടില്ല, നോക്കാം. അല്ല, DC വീട്ടിലിരിക്കേ നോക്കിയാലേ അറിയാൻ പറ്റുള്ളൂ. എന്നാലും കഴിഞ്ഞ തവണ 1 കോടി വിറ്റ ഭാഗ്യവാനാ. പറയാൻ പറ്റില്ല ഇത്തവണ 25 കോടി വിറ്റ ഭാഗ്യവാനാണെന്ന്. അങ്ങനെ പലതരത്തിലുള്ള ആകാംക്ഷ ഇവിടെ ഇപ്പോഴും നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ഇത് ആര് വിറ്റു? ഇവിടെ നിന്ന് ലതീഷേട്ടൻ്റെ കയ്യിൽ നിന്ന് 10, 20, 30 ടിക്കറ്റൊക്കെ വാങ്ങിച്ച് വിൽക്കുന്ന ആളുകളുണ്ട്. അവരാരെങ്കിലും ആണോ വിറ്റ്? അതോ ഇവിടുന്ന് നേരിട്ടാണോ വിറ്റത്? അത് നെട്ടൂരുകാർ തന്നെയാണോ വാങ്ങിയത്? മലയാളിയാണോ വാങ്ങിയത്? അങ്ങനെ പലതരം ചോദ്യങ്ങൾ അങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു. നമുക്ക് ആ കൂട്ടത്തിൽ നമ്മളുടെ ഓഫീസിൽ നിന്ന് ആരെങ്കിലും വാങ്ങിയിട്ടുണ്ടോ എന്നുള്ള ചോദ്യം നമുക്ക് പ്രത്യേകമായിട്ടുണ്ട്. കാരണം നമ്മുടെ ഓഫീസിൻ്റെ തൊട്ടടുത്താണ് ഇതുള്ളത്. എന്തായാലും നെട്ടൂര് ജനങ്ങളിങ്ങനെ ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ കൂട്ടത്തിൽ ഇനി ഒരുപക്ഷെ ടിക്കറ്റുമായി വന്ന ആളിങ്ങനെ കാത്തു നിൽക്കുകയാണോ? നിങ്ങളൊക്കെ പോയിട്ട് വേണം എനിക്കിതൊന്ന് ഒന്ന് അന്വേഷിക്കാന്നുള്ള രീതിയിൽ വല്ല നിൽക്കുകയാണോ? ഒരാൾ വന്ന് പറഞ്ഞു. ആളുടെ സുഹൃത്താണ്, ഈ അടിച്ചയാളുടെ സുഹൃത്താണ്. ആള് നമ്മുടെ അടുത്തുണ്ട്, പറയണ്ട എന്നുള്ള രീതിയിൽ പറഞ്ഞു എന്നാണ് പറഞ്ഞത്. എനിക്ക് തോന്നുന്നു പണ്ടത്തെ പോലെ പറഞ്ഞു കഴിഞ്ഞാലേ ആ വീടിന്റെ മുറ്റത്ത് ആൾക്കാരുടെ ബഹളമായിരിക്കും, അതുകൊണ്ടായിരിക്കും തോന്നുന്നു. ആ ചേട്ടന് ലതീഷേട്ടൻ പറയുന്ന ചേട്ടൻ ലഡു വാങ്ങണമെന്നുണ്ട്, അതിന് പോലും നമ്മൾ വിടുന്നില്ലെന്നാണ് ചേട്ടൻ പറയുന്ന പരാതി. ഒരു മിഠായി വിതരണം പോലും നടത്താൻ പറ്റുന്നില്ല എന്നാണ് പറയുന്നത്. അതെ. എന്തായാലും 25 കോടിക്കാരൻ ആരാണ് എന്നാണ് ഇനി കാണാനുള്ളത്. ഈ നെട്ടൂർ സ്വദേശി ആയിരിക്കണേ എന്നുള്ള പ്രാർത്ഥനയിലാണ് ലതീഷേട്ടനുള്ളത്. ഇവിടെ വേറെ ആരെങ്കിലും വന്നിട്ടുണ്ടോ ലോട്ടറി ആയിട്ടില്ലല്ലോ? ഒരു വലിയ ജനക്കൂട്ടായില്ല. ലോട്ടറിയായിട്ട് ടിക്കറ്റുമായിട്ട് ആരും വന്നതല്ല. എന്തായാലും സമ്മാനാർഹനാരും ആളെ ഇങ്ങോട്ട് എത്തിയിട്ടില്ല. ഇനി അതിനെ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ്. ഒരുപക്ഷെ അത് കണ്ടെത്താൻ കഴിയുമോ എന്ന് ഇനി നോക്കി കാണണം. കാരണം സ്വാഭാവികമായിട്ടും ഇത് ആൾ ഒളിച്ചു വെക്കുമോ എന്ന്. കാരണം ഇവിടെയൊക്കെ നിറയെ ആളുകൾ വന്നിങ്ങനെ നോക്കി പോകുന്നുണ്ട്. ഇനി ഇവിടെ ലോട്ടറി കൈ വെച്ചതിന് ശേഷം മിണ്ടാതെ നിൽക്കുന്നതാണോന്ന് അറിയാൻ പാടില്ല. നമ്മളുടെ വേറൊരു കാഴ്ച നമുക്ക് കാണിക്കാം. നമ്മളുടെ എന്തായാലും ഇവിടെ വേറൊരാൾ ടിക്കറ്റ് വീട്ടിൽ വെച്ച് മറന്ന് വിഷമത്തിൽ നിൽപ്പുണ്ട് കേട്ടോ. ഇവിടുന്ന് ടിക്കറ്റ് എടുത്ത ആളാണ്, പക്ഷേ വീട്ടിൽ വെച്ച് ടിക്കറ്റ് മറന്നു. അതുകൊണ്ട് ഈ ആളെ പ്രത്യേകിച്ച് ഇല്ലല്ലേ? 2 ടിക്കറ്റ് 577 827 എടുത്തേ. നമ്മുടെ സാരഥിയാ, പക്ഷെ 2 ടിക്കറ്റ് കഴിഞ്ഞു പോയി. നോക്കിയേ, 577 827 എടുത്തത്. 25 അടി. ഇതിൽ പരം നിരാശ അല്ലേ എന്റെ മനുഷ്യ? 2-3 ഒടിപ്പിച്ചെടുക്കില്ലായിരുന്നു. എന്തായാലും ന്യൂസ് മലയാളത്തിലുള്ള ആളുകൾ അവിടെ നിന്നും ടിക്കറ്റ് എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. നമ്മുടെ ഡ്രൈവർ അജോ ചേട്ടനാണ് അവിടെ ഇപ്പോൾ ആ ടിക്കറ്റ് കാണിക്കുന്നത് എന്നുള്ളതാണ്. ന്യൂസ് മലയാളത്തിലെ പല മുഖങ്ങളും അവിടെ ഇപ്പോൾ ഞാൻ കണ്ടു. ഇപ്പൊ നിരവധി ആളുകൾ അവിടേക്ക് എത്തുന്നുണ്ട് എന്ന് മനസ്സിലാക്കുന്നുണ്ട്. എന്തായാലും നെട്ടൂരിൽ ഒരു ആഘോഷ പ്രതീതിയാണ് അവിടെ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഒരുപാട് ആളുകൾ എത്തിയിട്ടുണ്ട്. അക്കൂട്ടത്തിൽ ആർക്കാണ് ഈ ടിക്കറ്റ് അടിച്ചത് എന്നുള്ളത് മാത്രമാണ് ഇനി അറിയാനുള്ളത്. ആസിഫ്, എനിക്ക് തോന്നുന്നത് ടിക്കറ്റ് അടിച്ച ആൾ ഇപ്പോൾ
ഇപ്പോൾ തന്നെ അവിടേക്ക് എത്തിയിട്ടുണ്ട്. ഈ ബഹളമൊക്കെ കണ്ട് ഇങ്ങനെ മാറി നിൽക്കുകയാണ് എന്നാണ് തോന്നുന്നത്. ലതീഷേട്ടൻ നേരത്തെ പറഞ്ഞ അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്നും അദ്ദേഹത്തിനും കൃത്യമായിട്ട് ഇത് ആർക്കാണ് അടിച്ചത് എന്ന് മനസ്സിലായി. അടിച്ച ആളുടെ സുഹൃത്ത് വന്ന് എന്നോട് പറഞ്ഞു ആ ആൾക്കാണ് അടിച്ചതെങ്കിൽ എനിക്ക് വലിയ സന്തോഷം എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും നെട്ടൂർ വിട്ട് ഈ ഒരു ടിക്കറ്റ് പോയിട്ടില്ല, ഭാഗ്യശാലി പോയിട്ടില്ല എന്നുള്ളത് ഏകദേശം ഉറപ്പിക്കാൻ സാധിക്കും എന്ന് തോന്നുന്നു, അല്ലേ ആസിഫ്? അതെ, എന്നാലും നമ്മുടെ ഇട്ടാവട്ടത്ത് തന്നെ ആ ടിക്കറ്റ് ഉണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് നമ്മളുടെ ഒരു കോമ്പൗണ്ടിനുള്ളിലേക്ക് വരുമോ എന്നുള്ള ആ ഒരു സംശയം നമുക്ക് ഇപ്പോഴുണ്ട്. അത് പൂർണ്ണമായും വിട്ടുമാറിയിട്ടില്ല. കാരണം പലരും ടിക്കറ്റ് എടുത്ത് നോക്കാൻ കഴിയാത്ത അവസ്ഥ നമ്മുടെ ഓഫീസിലുള്ളവർക്കും ഉണ്ട്. അതുകൊണ്ട് ആ പ്രതീക്ഷ നമ്മളിപ്പോഴും കൈവിടുന്നില്ല. പക്ഷേ എന്തായാലും നെട്ടൂരിൻ്റെ ഈ ഒരു ഇട്ടാവട്ടത്തുള്ള ആർക്കെങ്കിലുമൊക്കെ തന്നെ അത് അടിച്ചിട്ടുണ്ടാവുമെന്ന് നമുക്ക് പറയാൻ കഴിയും. ഈ കൂട്ടത്തിലുള്ള ഒരാൾ ചിലപ്പം നമ്മളൊക്കെ നൈസായിട്ട് പോയിട്ട് ആ ടിക്കറ്റുമായിട്ട് കടലേക്ക് കയറാമെന്നും പറഞ്ഞ് ചിലപ്പോൾ ഒളിച്ചു നിൽപ്പുണ്ടായിരിക്കും. അതും നമുക്ക് പറയാൻ കഴിയില്ല. എന്തായാലും നെട്ടൂർ INTUC ജംഗ്ഷൻ ഇന്നെന്തായാലും വീണ്ടും സജീവ ചർച്ചയാവുകയാണ്. കാരണം നമ്മുടെ ബമ്പർ എന്തായാലും നെട്ടൂരിലേക്ക് എത്തിയിരിക്കുകയാണ്. ലതീഷേട്ടനാണെങ്കിൽ വിവരിച്ച് കാര്യങ്ങൾ വിവരിച്ച് മടുത്തു. ഏകദേശം ഒരു 10-20 മിനിറ്റ് ഇപ്പോൾ സംസാരിച്ച് കഴിഞ്ഞതേ ഉള്ളൂ. കൂടുതൽ മാധ്യമങ്ങൾ വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഫോൺ വിളികൾ നിരവധി വരുന്നുണ്ട്. ആ ആളെ കണ്ടെത്താനുള്ള ശ്രമം തുടരുന്നുണ്ട്. ആ രീതിയിലാണ് എന്തായാലും ഇനി എന്തായാലും ആളെ കണ്ടെത്തണം. ചേക്ക് വിട്ട് പോയിട്ടില്ല. അഥവാ ചേക്ക് വിട്ട് പോയാൽ ഞാനല്ല അല്ലല്ല വിറ്റ് വന്ന ഒരാളെ കെട്ടിപ്പിടിച്ചപ്പോൾ നമ്മൾ ആദ്യം ഒന്ന് വിചാരിച്ചു കേട്ടോ. അല്ല ആ ആളല്ല ഈ ആൾ, ഇത് വേറെ ആളാ. ഒന്ന് അഭിനന്ദിക്കാൻ വന്ന ആളാ. അപ്പോ അവരെല്ലാം ഞാൻ എടുത്തില്ല. ഞാൻ ഇവിടുത്തെ നഗരസഭയുടെ മുൻ വൈസ് ചെയർമാനായിരുന്നു. ഞങ്ങൾ വളരെ വർഷങ്ങൾ 25 വർഷം ബന്ധമുണ്ട്. പുള്ളിയെ ഇതിനു മുമ്പ് 1 കോടി അടിച്ച സമയത്തും പറയും 1 കോടി ഇവിടേക്ക് വരുമെന്ന്. അത് ഒരാഴ്ചക്കുള്ളിൽ വന്നിട്ടുണ്ട്. ഇന്ന് രാവിലെ ഇതുപോലെ ഡ്രസ് ഇട്ട് വന്നിട്ട് 500 പഫ് സേവിക്ക് ലഡു വേണ്ട, ചെണ്ടക്കാര് വേണം. അപ്പൊ കണക്കൂട്ടി പുതിയ ഷർട്ടൊക്കെയായിട്ടല്ല വന്നേക്കുന്നേ പറഞ്ഞു. അതുപോലെ തന്നെ കടാക്ഷിച്ചു. പുതിയ ഷർട്ടാണ്. അതെ, സത്യം. ഞാൻ തമാശക്ക് രാവിലെ പറഞ്ഞാണോ ജിലേബി അടിക്കണം? ഇല്ലില്ല, സത്യമായിട്ടും എനിക്കറിയില്ല. ഇവിടെ എന്നോട് പറഞ്ഞ രീതിയിലാണെങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്ന പോലെ നെട്ടൂർ തന്നെയാണ് സമ്മാനം. ഇവര് പലരും പറയുന്നുണ്ട് പല പേരുകളൊന്നും പറഞ്ഞിട്ടില്ല. ഇവിടെ തന്നെയാണെന്നുള്ള സൂചന പറഞ്ഞു. അത് ആർക്കായാലും നെട്ടൂരാകണം, അത്രയല്ലേ എനിക്ക്. ഇത്തവണ എടുത്തായിരുന്നോ? എടുത്തായിരുന്നു 5 എടുത്തു. ചെറുതായിട്ട് വാളിപ്പോയി. അടുത്ത പ്രാവശ്യം നോക്കാറില്ലേ? നമ്മുടെ ഡ്രൈവറിന് നമ്മുടെ സാരഥിക്ക് 2 നമ്പറിനാ പോയെ. 2 നമ്പർ മുമ്പത്തെ ടിക്കറ്റ്. ഇപ്പൊ ഞാൻ പടിഞ്ഞറിയുന്നപ്പോഴേ 24 ഒരു നമ്പറുകാരോട് വന്നിട്ടുണ്ട്. അതിനും പോയിട്ടുണ്ട്. അപ്പൊ പറഞ്ഞതൊക്കെ അല്ല, ശരിക്കും ഭാഗ്യക്കുറിയാണല്ലേ? ഇതാണ് ഭാഗ്യക്കുറി. കാരണം ഭാഗ്യക്കുറി എന്ന് പറഞ്ഞാൽ അതൊരു പക്ക ഭാഗ്യമുള്ള ആളുകൾക്ക് കിട്ടുള്ളൂ. അതിന് തൊട്ട് മുമ്പുള്ള ടിക്കറ്റ് എടുത്ത് പോയ ആളുകൾ, അവരുടെ വണ്ടി വരുന്നുണ്ട്, തൊട്ട് പുറകിലുള്ള ടിക്കറ്റ് എടുത്ത് പോയ ആളുകളൊക്കെ ഉണ്ടാവും. സ്വാഭാവികമായിട്ടും അത്രത്തോളം ആ ഒരു നമ്പറിലേക്ക് എത്തുക എന്നുള്ള ഭാഗ്യം, അത് വലിയ ഭാഗ്യം തന്നെയാണ്. എന്തായാലും ആ ഭാഗ്യശാലി ഇങ്ങനെ ഇവിടെ കറങ്ങി നടക്കുന്നുണ്ട്. ഇവിടെയൊക്കെ വലിയ ആൾക്കൂട്ടം രൂപപ്പെടുന്നുണ്ട്. ആൾക്കൂട്ടത്തിലേക്ക് ഉണ്ടാകുമായിരിക്കും ഒരു പക്ഷേ. എന്തായാലും ഈ തിരക്കൊക്കെ ഒഴിഞ്ഞിട്ട് വരാമെന്നുള്ള വിചാരത്തിലായിരിക്കും. അല്ലെങ്കിൽ ഒരുപക്ഷെ ഇത് അറിയാതെ പോയ ആളാണോ എന്നും നോക്കേണ്ടതുണ്ട്. വേറെ എന്തെങ്കിലും പണിത്തിരക്കിലായിട്ട് വൈകുന്നേരം ജോലി കഴിഞ്ഞ് വന്നിട്ടൊന്നും ടിക്കറ്റ് എടുത്ത് നോക്കാമെന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന ആളാണോ എന്നും പറയാൻ പറ്റില്ല. അങ്ങനെ പലതരം സംശയങ്ങൾ, പലതരം ആശങ്കകൾ, പലതരം അങ്ങനെ ഈ ജനങ്ങൾ മുഴുവൻ അങ്ങ് തപ്പിക്കൊണ്ടിരിക്കുകയാണ്. ശരി, എന്തായാലും ആരാണ് അയാൾ എന്നുള്ള ചോദ്യം തന്നെയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. അവിടെ കൂടി നിൽക്കുന്ന ആളുകളാണോ അതോ മറ്റാരെങ്കിലും ആണോ, ഇനി നമ്മുടെ ഓഫീസിലുള്ള ആരെങ്കിലും ആണോ, തൊട്ടടുത്ത് ഇവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ, ഇപ്പോൾ ഈ സമയത്ത് പുറത്തേക്ക് ഇറങ്ങാൻ സാധിക്കാത്ത ആളുകളാണോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ സംശയമുണ്ട്. ഒരുപാട് നിരാശരായിട്ടുള്ള മുഖങ്ങളും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഈ ഭാഗ്യം തേടിയെത്താത്ത ആളുകളെ എന്തായാലും നെട്ടൂര് വിട്ട് ഈ ടിക്കറ്റ് പോയിട്ടില്ല എന്നുള്ള കാര്യത്തിൽ ഏകദേശം ഉറപ്പ് സൂചനയൊക്കെ ലഭിക്കുന്നുണ്ട്. നമുക്ക് ഈ വാർത്തയിലേക്ക് മടങ്ങിയെത്താം.